നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗിയർ എങ്ങനെ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിപ്പോൾ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും സെൻട്രലാണ്. നമ്മൾ ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് എപ്പോഴും തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും സെൻട്രലായിരിക്കും. അതേപോലെ നമ്മൾ മുകളിൽ തേർഡ് ഗിയർ, അടിയിൽ ഫോർത്ത് ഗിയർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഗിയർ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് തള്ളിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് വരും. അതേപോലെ ഫിഫ്ത്തിൻ്റെ റിവേഴ്സിൻ്റെ അങ്ങോട്ട് തള്ളിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് തന്നെ വരും. അപ്പോൾ ഏത് ഗിയറിൽ നിന്ന് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടു, ന്യൂട്രാക്കി തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് തന്നെ വന്നു. അതുപോലെ സെക്കൻഡ് ഗിയർ ചേർത്ത് പിടിക്കുക, ബാക്കിലേക്ക് ന്യൂട്രാക്കി തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് തന്നെ വന്നു. അതുപോലെ ഫിഫ്ത്ത് ഗിയർ അങ്ങോട്ട് ചേർക്കുക, മുകളിലേക്ക് ഫിഫ്ത്ത് ഗിയർ അവിടെ നിന്ന് ന്യൂട്രാക്കിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് വരും. അതുപോലെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ന്യൂട്രാക്കിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് വരും. അപ്പോൾ ഏത് ഗിയറിൽ നിന്ന് ന്യൂട്രാക്കിയാലും തേർഡിൻ്റെ ഫോർത്തിൻ്റെ സെൻട്രലിലേക്ക് തന്നെ വരും. അപ്പോൾ നമുക്ക് തേർഡ് ഗിയർ പറഞ്ഞാൽ വെറുതെ തട്ടിക്കഴിഞ്ഞാൽ തേർഡിലേക്കും, അതേപോലെ വെറുതെ വലിച്ചു കഴിഞ്ഞാൽ ഫോർത്തിലേക്കാണ്. നമുക്ക് തേർഡ് ഫോർത്ത് ഗിയറുകൾ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരുവിധം ആൾക്കാരുടെ ഗിയർ മാറിപ്പോണത് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ തേർഡിൽ നിന്ന് എപ്പോഴും ഒറ്റ വലി വലിക്കുമ്പോൾ ഫോർത്തിലേക്കേ വരുള്ളൂ. അത് പരമാവധി ശ്രദ്ധിക്കുക. തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ ന്യൂട്രാക്കുക, ലെഫ്റ്റ് ചേർക്കുക, എന്നിട്ട് ബാക്കിലേക്ക് വലിച്ചാൽ മാത്രമാണ് സെക്കൻഡിലേക്ക് വരുള്ളൂ. നമ്മൾ ഒരുവിധം ആൾക്കാർ, നമ്മൾ പഠിപ്പിക്കുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ മാറിപ്പോകാനുള്ള കാരണം ചിലപ്പോൾ നമ്മൾ അവർ ശ്രദ്ധിക്കില്ല, ഒറ്റ വലി വലിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സുഖമായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. അപ്പോൾ എപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയില്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഗിയർ ചെക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ വെറുതെ എങ്ങനെ ആക്കി നോക്കിയാൽ നമ്മളെ ഗിയർ ന്യൂട്രാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗിയറിലിട്ടാലും ഇതേപോലെ ആവും, അതുപോലെ ഫോർത്ത് ഗിയറിലിട്ടാലും എന്താണ്ടോ ഇതേപോലെ ആവും. അപ്പോൾ നമ്മൾ അങ്ങനെ മാത്രം നോക്കരുത്. എപ്പോഴും തേർഡിലേക്കും ഫോർത്തിലേക്കും നോക്കി വെക്കുക, മുകളിലേക്കും താഴത്തേക്കും ആക്കുക. സെൻറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അറിയാൻ പറ്റും. ഒരു പ്ലസ് അല്ലെങ്കിൽ ഒരു കുരിശൊക്കെ വരയണ പോലെ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുക. മുകളിലേക്ക് തേർഡ്, അടിക്ക് ഫോർത്ത്, മുകളിലേക്കും താഴത്തേക്ക് ആക്കണം. സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രാണോന്ന് അറിയാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്